ഏത് മൂഡ് ഓണ മൂഡ്, ഏത് മൂഡ് എക്സാം മൂഡ്, ഏത് മൂഡ് ക്വസ്റ്റ്യൻ മൂഡ്, ഇതാ പിടിച്ചൊരു ചോദ്യം. ഓക്കെ, അതായത് സിമ്പിൾ ചോദ്യമാണ്. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ആ ചിത്രത്തിൽ ഇത് അവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം, ആൻസർ ചെയ്യാം അല്ലേ. ഓക്കെ, അനലൈസ് ദ ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ വിച്ച് പാർട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ്? ഇതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഭാഗം എന്താണ്? നിങ്ങൾക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. പറഞ്ഞോളൂ. അതെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ. ഹൗ ഈസ് ദിസ് പാർട്ട് ഡിഫറെന്റ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം? ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു കിടിലൻ ചോദ്യമാണ്. അങ്ങനെ ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂല. ഒരു പക്ഷേ എക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എക്സ് എന്താണ്? പറഞ്ഞോളൂ. എക്സ് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു മയലിൻ ഷീത്ത്. എക്സ് ആരാണ്? മയലിൻ ഷീത്ത്. എക്സ് മയലിൻ ഷീത്ത് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മയലിൻ ഷീത്ത് നെർവസ് സിസ്റ്റത്തിൽ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും, കേന്ദ്ര നാഡീ വ്യവസ്ഥയിലും അതുപോലെ തന്നെ പെരിഫറൽ നാഡീ വ്യവസ്ഥയിലും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് മയലിൻ ഷീത്ത് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ വടി ഉണ്ടോ? ഈ വടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ വടി, അതെന്താന്നുള്ളത് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ആക്സോൺ എന്നാണ്. ഓക്കെ, ആ വടി ആരാണ്? ആക്സോൺ. ആ ആക്സോണിന്റെ ചുറ്റുമുള്ള ഈ ഷീത്താണ് ആര്? മയലിൻ ഷീത്ത്. ഇപ്പൊ ഇവിടെ മയലിൻ ഷീത്ത് ചോദിച്ചതുകൊണ്ട് മയലിൻ ഷീത്ത് എന്ന് എഴുതാം. പക്ഷേ ഈ വടിയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആക്സോൺ എന്ന് എഴുതണം. ഓക്കെ, ഞാൻ ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. എന്ന് നോക്കാം. ഈ മയലിൻ ഷീത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് മസ്തിഷ്കം, രണ്ട് സുഷുമ്ന. ഒന്ന് ബ്രെയിന്, രണ്ട് സ്പൈനൽ കോഡ്. ഈ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും അതായത് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഈ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താ പ്രത്യേകത? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാ? ഒരു പ്രത്യേക തരം സെല്ല് കൊണ്ടാ. ആ സെല്ലിന്റെ പേരാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. എന്താ പേര്? ഒളിഗോഡെൻഡ്രോസൈറ്റ്. എന്ത് സൈറ്റ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്. അപ്പൊ അതിന്റെ മലയാളം എന്താ? അതന്നെ, ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഒളിഗോഡെൻഡ്രോസൈറ്റ്. ആ കോശം കൊണ്ടാണ്, ആ ഒരു പ്രത്യേക തരം കോശം കൊണ്ടാണ്, ഒളിഗോഡെൻഡ്രോസൈറ്റ് സെൽസ് എന്ന് പറയുന്ന പ്രത്യേക തരം ഒരു കൂട്ടം കോശങ്ങൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മയലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് വെച്ചാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള മയലിൻ ഷീത്തുകൾ നിർമ്മിച്ചിട്ടുള്ളത്, പെരിഫറൽ നാഡീ വ്യവസ്ഥയിലുള്ള മയലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത് വേറൊരു സെല്ല് കൊണ്ടാണ്. ഏത് സെല്ല് കൊണ്ടാണ്? പറഞ്ഞോളൂ. ഷ്വാൻ സെല്ല് കൊണ്ട്. ഏത് സെല്ല് കൊണ്ടാണ്? ഷ്വാൻ സെൽസ് കൊണ്ട്. ഷ്വാൻ സെൽസിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെക്ക് ചെയ്യണം കേട്ടോ, കാരണം അതങ്ങനെ പെട്ടെന്ന് കിട്ടൂല, നമുക്ക് തെറ്റിപ്പോകും. അപ്പോൾ എന്ത് ചെയ്യണം? കറക്റ്റ് നോക്കണം. ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ മയലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയം ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങൾ കൊണ്ടാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ മസ്തിഷ്കം, സുഷുമ്ന എന്നീ ഭാഗങ്ങളിലുള്ള മയലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിന് തമ്മിലുള്ള വ്യത്യാസം. അതെന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് ടെക്സ്റ്റ് ബുക്കിൽ വെറും ഒരൊറ്റ സെന്റൻസിൽ പറയുന്ന ഒരു പോയിന്റാണ്. അത് അധികം ആരും ശ്രദ്ധിക്കാത്ത പോയിന്റാണ്. ഒരുപക്ഷെ ടീച്ചേഴ്സ് തന്നെ മേ ബി ശ്രദ്ധിച്ചോളുന്നില്ല, കാരണം പുതിയ പുസ്തകമാണ്. പെട്ടെന്ന് അങ്ങനെ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൈന്യൂട്ട് സാധനമാണ്. അപ്പോൾ നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന കോശം കൊണ്ടാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥ അതായത് ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മയലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ മയലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത് ഷ്വാൻ കോശം കൊണ്ടാണ്. എന്ത് കോശം കൊണ്ടാണ്? ഷ്വാൻ കോശം കൊണ്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. എന്നാൽ അടുത്തത് ഈ എക്സ് എന്ന ഭാഗത്തിന്റെ 3 ധർമ്മങ്ങൾ എഴുതാനാണ്. എക്സ് എന്ന ഭാഗത്തിന്റെ 3 ഫംഗ്ഷൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ്, അല്ലെങ്കിൽ റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് പാർട്ട് എക്സ്. ഓക്കെ, എക്സ് എന്താണെന്നുള്ളത് അറിയണമല്ലോ. എക്സ് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് ആരാണ്? മയലിൻ ഷീത്ത്. അപ്പം മയലിൻ ഷീത്തിന്റെ എത്ര ഫംഗ്ഷൻസ് എഴുതണം? 3 ഫംഗ്ഷൻസ് എഴുതണം. നമുക്കറിയാം ആക്സോണിന്റെ ചുറ്റുമുള്ള സാധനമാണ് ആര്? മയലിൻ ഷീത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്സോണിലൂടെ പാസ് ചെയ്യുന്ന മെസ്സേജിന്റെ ആ ഒരു സ്പീഡ് കൂട്ടുന്നത് ആരായിരിക്കും? മയലിൻ ഷീത്ത് ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിയോ? കിട്ടി. ഇനി രണ്ടാമത്തത്, ഇതൊരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മൂന്നാമത്തത്, ഇത് ആക്സോണിന് എന്ത് കൊടുക്കും? ഫുഡ്. ആക്സോണിന് തിന്നാൻ കൊടുക്കും. ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കും. ആര്? ഈ ചുറ്റുമുള്ള മയലിൻ ഷീത്ത്.
അപ്പോൾ മൂന്നാമത്തെ ഫംഗ്ഷൻ കിട്ടി. നാലാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ആക്സോണിന് എന്തും കൂടി കൊടുക്കും, പ്രൊട്ടക്ഷനും കൂടി കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്സോണിന്റെ ചുറ്റൂറാണല്ലോ ആര് മൈലിൻ ഷീത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു വെടി വെക്കാണ് വിചാരിക്കുക, നമ്മൾ തോക്കെടുത്ത് ഒരു വെടിയാണ് വെച്ചു. ആദ്യം ആക്സോണിനാണോ കൊള്ളുക, മൈലിൻ ഷീറ്റിനാണോ കൊള്ളുക? മൈലിൻ ഷീറ്റിനല്ലേ കൊള്ളുക, എന്നിട്ടല്ലേ ആക്സോണിന് കൊള്ളുള്ളൂ. അപ്പോൾ അതെന്താണ്, ഒരു പ്രൊട്ടക്ഷൻ ആണ്. എന്നെഴുതിയിട്ട് ഇങ്ങോട്ട് ആരെയും വെടി വെക്കുക, തോക്കെടുത്ത് വെടി വെക്കുക, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ആക്സോണിന് എന്ത് കൊടുക്കുന്നു, പ്രൊട്ടക്ഷനും കൊടുക്കുന്നു. അപ്പോൾ 4 ഫംഗ്ഷൻസ് കിട്ടിയില്ലേ. അപ്പോൾ ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, പിന്നെ ന്യൂറിഷ്മെന്റ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കൊടുക്കുന്നു ആർക്ക്, ആക്സോണിന്. പിന്നെ അതുപോലെ തന്നെ ആക്സോണിലൂടെ പാസ് ചെയ്യുന്ന മെസ്സേജിന്റെ സന്ദേശങ്ങളുടെ ആവേഗങ്ങളുടെ സ്പീഡ് കൂട്ടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 ഫംഗ്ഷൻസിൽ ഏതെങ്കിലും 3 ഫംഗ്ഷൻസ് എഴുതി കൊടുക്കുക. ദ ഫംഗ്ഷൻ ഓഫ് മൈലിൻ ഷീത്ത് ഇൻക്രീസ് സ്പീഡ് ഓഫ് മെസ്സേജസ്, ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ, പ്രൊവൈഡ് nourishment to the neuron to protect the axon from external injuries. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നു. ഈ 4 ഫംഗ്ഷൻസിൽ ഏതെങ്കിലും 3 ഫംഗ്ഷൻസ് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ മാർക്കും കരസ്ഥമാക്കാം. സോ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ നമ്മൾ അസ്ത്ര ബാച്ചിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അസ്ത്ര ബാച്ചിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അസ്ത്ര ബാച്ചിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനിയും അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ എന്ന ഡൗട്ടൊക്കെ ഉണ്ടാവും. പറ്റും, നോ പ്രശ്നം. അസ്ത്ര 3.0, 1.0, 2.0 കംപ്ലീറ്റ് ചെയ്തു. അതിലൊക്കെ ഏകദേശം 10,000-ൽ കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി 3.0 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വേഗം അഡ്മിഷൻ ഒക്കെ എടുക്കുക. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, എൻജോയ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.